അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോൾ സ്റ്റാക്ക് എന്നാണ്. ഇത് കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കൈൻഡ് ഓഫ് ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ക്ലാസ് കാണിച്ചു തന്നിട്ടില്ല. ഞാൻ 3 ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു. ഫംഗ്ഷൻ 1 ഇത് ഞാൻ ഫോർ ദ സേക്ക് ഓഫ് ഈസി മനസ്സിലാക്കാൻ ഞാൻ പഴയ സിന്റാക്സ് ആണ് ഉപയോഗിക്കുന്നത്. ആരോ ഫംഗ്ഷൻ ഇടുന്നില്ല. ഓക്കെ, ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ 2 കൺസോൾ ഡോട്ട് ലോഗ് 3 ഫംഗ്ഷൻ. എനിക്ക് ഒരെണ്ണം കൂടെ ആണ്, എന്നാലും ഇത് വൃത്തിക്ക് പറഞ്ഞു 3. ഓക്കെ, എന്റെ കയ്യിൽ 3 ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, കൺസോൾ ഓക്കെ, എന്റെ കയ്യിൽ മൊത്തം 3 ഫംഗ്ഷൻസ് ഉണ്ട്. ഈ 3 ഫംഗ്ഷനെ ഞാൻ ഒന്നൊന്നായിട്ട് വിളിച്ചാൽ 1 2 3 1 2 3. ഓക്കെ, നോഡ് ഓഫ് 1 അല്ലെങ്കിൽ നോഡ് ഓഫ് കോൾ സ്റ്റാക്ക്. ഇങ്ങനെ വിളിച്ചാലും 1 2 3 വരും. ഈ 1-നകത്ത് ഞാൻ കൊണ്ട് 2 ഇട്ടു, 1-നകത്ത് കൊണ്ട് 2-നെ ഇട്ടു, 2-നകത്ത് കൊണ്ട് 3-നെ ഇട്ടു. ഓക്കെ ഓക്കെ, 1-നകത്ത് കൊണ്ട് 2-നെ ഇട്ടു, 2-നകത്ത് കൊണ്ട് 3-നെ ഇട്ടു. ഇങ്ങനെ ഇട്ടാലും 1 2 3 തന്നെ വരും. ഓക്കെ, ഇത് 2 2 ആണെന്നുള്ളത്. നമുക്കിനി അത് എങ്ങനെ 2 2 ആയെന്നുള്ളത് നമുക്ക് നോക്കാം. chai.json എടുക്കാം. ഇത് നമുക്ക് ഇപ്പൊ ഒന്ന് ന്യൂ സ്നിപ്പറ്റ് ഹംബടാ ഞാനിപ്പോ ഒരു പുതിയ സ്നിപ്പറ്റ് ഉണ്ടാക്കി. ആ സ്നിപ്പറ്റിനകത്ത് ഞാൻ code.json എന്ന് പേരിട്ടു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന്റെ നേരത്തെ എഴുതിയ ഫംഗ്ഷൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ഇതാണുള്ളത്. എന്നിട്ട് നമുക്ക് ബ്രേക്ക് പോയിന്റ് ആഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഇതെന്താണ് ആഡാവാത്ത? ഇനി സേവ് ചെയ്യാട്ടോ. ഓക്കെ, ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രേക്ക് പോയിന്റ് ഞാൻ ആഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ ഇപ്പൊ ആഡ് ചെയ്തിട്ടില്ല. ബ്രേക്ക് പോയിന്റ് യൂസ് എന്താന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എൻ്റർ കൊടുത്ത ഈ സാധനം ഒറ്റ അടിക്കാണ് ഇത് പ്രിന്റ് ആവുന്നത്. ബ്രേക്ക് പോയിന്റ് ഇട്ടാൽ അതവിടെ നിന്ന് പോകും. സോ അതാണ് ബ്രേക്ക് പോയിന്റ് വ്യത്യാസം. ഇത് നോക്കാം, ലാസ്റ്റ് നോക്കാം. സോ ഞാനിപ്പോ ഇവിടെ ഒരു സ്നിപ്പറ്റ് ഉണ്ടാക്കി. ബ്രൗസറിനകത്ത് റൈറ്റ് ക്ലിക്ക് അടിച്ചു. ഇവിടെ റൈറ്റ് ക്ലിക്ക് അല്ല, ബ്രൗസറിനകത്ത് ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ചു, ഇൻസ്പെക്ട് പോയി, സോഴ്സിനകത്ത് കയറി ഇവിടെ വന്നിട്ടാണ് ന്യൂ സ്നിപ്പറ്റ് ഉണ്ടാക്കിയത്. ഇതാണ് നമ്മുടെ സാധനം. സോ ഇതിനകത്ത് നമുക്കിപ്പോ ഇതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കാൻ വേണ്ടി ഇവിടെയാണുള്ളത്. ഇതാണ് നമ്മുടെ കോൾ സ്റ്റാക്ക്. ഈ കോൾ സ്റ്റാക്കിനകത്ത് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കുക. ദാറ്റ് ഈസ് ക്വൈറ്റ് ഡിസ്ട്രാക്ടിങ്. സോ ഈ കോൾ സ്റ്റാക്കിനകത്ത് സൂക്ഷിച്ച് നോക്കിക്കോ. ഈ ഒരു സാധനം. ഓക്കെ, ഈ കോൾ സ്റ്റാക്ക് ഞാൻ എൻ്റർ കൊടുക്കുകയാണ്, റൺ. അപ്പൊ ആദ്യത്തെ ഫംഗ്ഷൻ കോളായി. ഇതൊന്ന് പോയെ. ആദ്യത്തെ ഫംഗ്ഷൻ കോളായി. സ്കോപ്പ് എന്ന് പറയുന്ന ഗ്ലോബൽ ആണ്. എവിടെയാടാ കോൾ സ്റ്റാക്ക്? കോൾ സ്റ്റാക്കിനകത്ത് അനോണിമസ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തതിലോട്ട് പോവാണ്. അടുത്ത റിസ്യൂം വിളിച്ചപ്പോ അവിടെ വിളിച്ചു, ഇവിടെ എത്തി, ഇവിടെ വന്നപ്പോ ലോഗായി. ഇപ്പോഴത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് ലോക്കലാണ്, ഗ്ലോബൽ അല്ല. ലോക്കലിനകത്ത് ആ ഒരു ഫംഗ്ഷന്റെ സ്കോപ്പ്. കോൾ സ്റ്റാക്കിനകത്ത് ഇപ്പൊ ആരാ ഉള്ളത്? 1 ആണുള്ളത്. കോൾ സ്റ്റാക്കിനകത്ത് ഇപ്പൊ 1 ആണുള്ളത്. അപ്പൊ എന്റെ കൺസോളിൽ 1 പ്രിന്റ് ആയി. അടുത്ത് 2 വന്നു. കോൾ സ്റ്റാക്കിനകത്ത് വീണ്ടും ഗ്ലോബൽ ആണ്, 2 പ്രിന്റ് ആയിട്ടില്ല. 2 വന്നു. കോൾ സ്റ്റാക്കിനകത്ത് ഇപ്പൊ 2 മാത്രമേ ഉള്ളൂ. 3 വിളിച്ചു. കോൾ സ്റ്റാക്കിനകത്ത് ഇപ്പൊ 3 വന്നു. ഓക്കെ, ഇത് ക്ലിയർ ആയോ? എന്നുവെച്ചാൽ കോൾ സ്റ്റാക്കിനകത്ത് ഇങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കാൻ പറ്റിയ എന്താന്ന് വെച്ചാൽ അതൊരു പെട്ടിയായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ബാക്ക് ടു TLDRO ഗൈസ്, അതൊരു സ്റ്റാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഓരോ ഫംഗ്ഷനെ വിളിക്കുമ്പോഴും അതിങ്ങനെ ഓരോ പെട്ടിയായിട്ട് ആഡ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ രീതിയിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിന് ഒരു പേര് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് 1 എന്നിടാം, ഇവിടെ നമുക്ക് 2 എന്നിടാം, ഇവിടെ നമുക്ക് 3 എന്നിടാം. ഓക്കെ, ഇപ്പോഴത്തെ എക്സിക്യൂഷനിൽ നടന്ന സംഭവം എന്താന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ എക്സിക്യൂഷനിൽ കോൾ സ്റ്റാക്ക് നടന്ന സാധനം എന്താന്ന് വെച്ചാൽ ഇവിടെ 1 ആണ്. സോറി, വീണ്ടും തെറ്റിച്ചു. ഇപ്പോഴത്തെ കോൾ സ്റ്റാക്കിൽ നടന്ന എന്താന്ന് വെച്ചാൽ, ഇതെന്താടാ 1-ന് കൂടെ പോയാൽ. ഓക്കെ, ഇപ്പോഴത്തെ എക്സിക്യൂഷൻ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ 1 വിളിച്ചു, 1 പ്രിന്റ് ചെയ്തു, 1 പോയി. 2 വിളിച്ചു, 2 പ്രിന്റ് ചെയ്തു, 2 പോയി. 3 വിളിച്ചു, 3 പ്രിന്റ് ചെയ്തു, 3 പോയി. ഇതാണ് എന്നുവെച്ചാൽ എനിക്ക് 2 രീതിയിൽ ഇത് നോക്കിക്കോ. ഇവിടെ ഞാൻ 1 വിളിച്ച് ഫംഗ്ഷൻ 1-നകത്ത് നിന്ന് ഞാൻ 2 കോൾ ചെയ്ത്, 2-നകത്ത് നിന്ന് ഞാൻ 3 കോൾ ചെയ്ത്. അപ്പൊ എനിക്ക് വന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 2 3 ആണ്. ഓക്കെ, എന്നിട്ട് ഞാൻ 1 2 3 എന്ന് പറഞ്ഞ് പുറത്ത് 3-നെ അടുപ്പിച്ച് വിളിച്ചപ്പോഴും വന്ന ഔട്ട്പുട്ട് 1 2 3 ആണ്.
ഞാൻ ചോദിച്ച ചോദ്യം ഇതിന്റെ രണ്ടിന്റെ വർക്കിംഗ് ഒന്നാണോ രണ്ടാണോ? ഔട്ട്പുട്ട് ഒന്നാണ്, വർക്കിംഗ് ഒന്നാണോ രണ്ടാണോ? അല്ല, സെയിം അല്ല, ഡിഫറെന്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യത്തെ വർക്കിംഗ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ആദ്യത്തെ വർക്കിംഗ് എന്താന്ന് വെച്ചാൽ ഇവിടെ ഇതാണ് നമ്മുടെ ആദ്യത്തെ വർക്കിംഗ്. ഇവിടെ ഞാൻ ബ്രേക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. ബ്രേക്ക് പോയിന്റ് ഗുണമെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ആവത്തില്ല, ഒന്നൊന്നായിട്ടേ പോകത്തുള്ളൂ. ഞാൻ ഇതിനെ വീണ്ടും റൺ ചെയ്യാണെന്ന് കരുതിക്കോ. വീണ്ടും റൺ ചെയ്യുന്നു. ആദ്യം 1 വന്നു. കോൾ സ്റ്റാക്ക് ആണ് ഇപ്പൊ പറയുന്ന കോൺസെപ്റ്റ്. കോൾ സ്റ്റാക്ക് ആദ്യം അതിനകത്തൊന്നും കാണത്തില്ല 1 വിളിക്കുമ്പോൾ. അടുത്ത എക്സിക്യൂഷനിൽ 1 വിളിച്ചു. ഇവിടെ വരുമ്പോഴത്തേക്ക് 1 പ്രിന്റ് ആയി. ഓക്കെ, പ്രിന്റ് ഇവിടെ കാണിക്കുമെന്ന് വെച്ചാൽ കൺസോളിനകത്ത് വന്ന് കാണും. ഒറ്റയടിക്ക് 1 2 3 വന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ. സോ കോൾ സ്റ്റാക്കിനകത്ത് ആദ്യം 1 വരും 1 വിളിക്കുമ്പോൾ. അടുത്ത എക്സിക്യൂഷനിൽ 2 വിളിക്കുമ്പോൾ 1 പോയി, കോൾ സ്റ്റാക്കിനകത്ത് ഒന്നുമില്ല. 2വിനകത്ത് കയറുമ്പോൾ 2 വന്നു. 3 വന്നു, 3യെ വിളിച്ചു. 3നകത്ത് കയറുമ്പോൾ 3 മാത്രമേ ഉള്ളൂ. കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ എക്സിക്യൂഷനകത്ത് 1നെ വിളിച്ചു, 1 പ്രിന്റ് ആയി, 1 പോയി. 2നെ വിളിച്ചു, 2 പ്രിന്റ് ആയി, 2 പോയി. 3നെ വിളിച്ചു, 3 പ്രിന്റ് ആയി, 3യും പോയി. ഇതാണ് ആദ്യത്തെ വർക്കിംഗ്. ഇതാണ് നമ്മുടെ കോൾ സ്റ്റാക്ക്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലോട്ട് കയറാം. അതെന്ന് പറയുന്നത് 1നെ പുറത്ത് വിളിക്കുന്നു, 1നകത്തുനിന്ന് 2നെ വിളിക്കുന്നു, 2വിനകത്തുനിന്ന് നമ്മൾ 3നെ വിളിക്കുന്നു. ഓക്കെ, സോറി, തിരിച്ചു പോയി. 2വിനകത്തുനിന്ന് നമ്മൾ 3നെ വിളിക്കുന്നു. ഇതാണ് അടുത്ത കോൺസെപ്റ്റ്. ഇതിന്റെ കോൾ സ്റ്റാക്ക് എങ്ങനെയാ പോകുന്നത് നമുക്ക് നോക്കാം. വീണ്ടും എടുക്കുന്നു, ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു, എന്റെ സ്ക്രിപ്റ്റ് റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ഇതിന് സേവ് ചെയ്യുന്നു. ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ്, എന്താണ് ബ്രേക്ക് പോയിന്റ് വരാത്ത? ആ, സേവ്. എന്താ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ, അത് ഓടുന്നുണ്ടോ അവിടെ? ആയിക്കോട്ടെ, അത് തെറ്റി. ഓക്കെ, അതെന്തോ പറ്റി, അവിടെ നിൽക്കട്ടെ. ഞാൻ ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ഇടുന്നു. ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ്, ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ്, ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ്, ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ്, ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താ പറ്റുന്നതെന്ന് നോക്കാം. റണ്ണ് ക്ലിക്ക് ചെയ്യുന്നു. ആദ്യത്തെ എക്സിക്യൂഷനിൽ കോൾ സ്റ്റാക്കിനകത്ത് ആരുമില്ല, ഗ്ലോബൽ സ്കോപ്പ് ആണ്. അടുത്ത് 1 വിളിക്കുന്നു, ലോഗ് 1 ചെയ്യുന്നു, കോൾ സ്റ്റാക്കിനകത്ത് 1 വരുന്നു. അടുത്ത സ്റ്റെപ്പിൽ 2 വിളിക്കുന്നു, കോൾ സ്റ്റാക്കിനകത്തൊന്നും വന്നില്ല. 2വിനകത്ത് കയറുമ്പോ കണ്ടോ, കോൾ സ്റ്റാക്കിനകത്ത് ആര് വന്നു? 2 വന്നു. അടുത്ത 3 വിളിക്കുന്നു, കോൾ സ്റ്റാക്കിനകത്ത് ആര് വരുന്നു? 3 വരുന്നു. ഇതാണ് ഡിഫറൻസ്. ഐ മീൻ മെമ്മറിനകത്ത് ആ 2 പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ കേസിൽ ഓരോന്ന് വന്നു പോകും. പക്ഷെ നെസ്റ്റഡ് ആയിട്ട് ഒരു ഫംഗ്ഷനകത്തുനിന്ന് വേറെ ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ കോൾ സ്റ്റാക്കിനകത്ത് അതിങ്ങനെ സ്റ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് കോൾ സ്റ്റാക്ക് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇതും പക്ക വർക്കിംഗ് തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. നിങ്ങളെ ചെയ്യുന്ന പ്രോജക്റ്റ് ആയിട്ടൊന്നും ഒരു റെഫറൻസും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഫ്രം ആൻ ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് കോൾ സ്റ്റാക്ക് ക്ലിയർ ആവും, കാരണം ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞു.